ഭഗവതേ വാസുദേവായ. ഇന്ന് നമ്മൾ 13ാമത്തെ ശ്ലോകമാണ് കാണാൻ പോകുന്നത്. ഇവിടെ നമ്മൾ 114 മുതൽ 122 വരെയുള്ള ഭഗവാന്റെ നാമങ്ങളും അതിന്റെ അർത്ഥങ്ങളും എന്താണെന്ന് നമുക്ക് നോക്കാം. രുദ്രോ ബഹുശിരാ ഭഭ്രുർ വിശ്വയോനിശുചിശ്രവാഹ അമൃത ശാശ്വതസ്ഥാണുർവരാരോഹോ മഹാതപാഹ. ഇവിടെ നമ്മുടെ ഭഗവാന്റെ നാമധേയങ്ങൾ രുദ്ര, ബഹുശിര, ബഭ്രു, വിശ്വയോനി, ശുചിശ്രവ, അമൃത, ശാശ്വതസ്ഥാണു, വരാരോഹോ, മഹാതപ. ഭഗവാന്റെ ആദ്യത്തെ നാമധേയം രുദ്ര. രുദ്ര എന്ന് വെച്ചാൽ ഭഗവാൻ ശിവന്റെ ഒരു നാമമാണ്. അപ്പോൾ ഭഗവാൻ വിഷ്ണു തന്നെയാണ് ഭഗവാൻ ബ്രഹ്മാവായും ഭഗവാൻ ശിവനായും വർത്തിക്കുന്നത്. അതായത് ഭഗവാൻ ഏതൊരു ഭക്തനും അവർ സങ്കടത്തോടെ അവർ കരയുകയാണെങ്കിൽ അവരുടെ കണ്ണുനീരിനെ തുടയ്ക്കുവാനുള്ള ആ ഒരു ശക്തി ആർക്കാണോ ഉള്ളത് അവരെ രുദ്ര എന്ന് വിളിക്കുന്നു. അതേപോലെ തന്നെ ഒരു മരണം സംഭവിക്കുമ്പോഴോ ഒരു പ്രളയ സമയത്ത് എല്ലാ നാശങ്ങൾ സംഭവിക്കുമ്പോഴോ ആ ഒരു സമയത്തെ വികാരത്തിൽ നമ്മൾ കരയുകയാണെങ്കിൽ ആ ഒരു കണ്ണുനീരെ തുടയ്ക്കുവാനുള്ള ശക്തി ഭഗവാൻ വിഷ്ണുവിനുണ്ട്. അതിനാലാണ് ഭഗവാന് രുദ്ര എന്ന നാമധേയം. അതുപോലെ തന്നെ ഏതൊരു സങ്കടത്തെയും നീക്കുവാനുള്ള ശക്തി ഭഗവാനുണ്ട്. അതിനാൽ ഭഗവാന് രുദ്ര എന്ന നാമധേയം. അതുപോലെ തന്നെ രുദ്രന്മാരിൽ ഞാൻ ശങ്കരനാണ് എന്ന് ഭഗവത്ഗീതയിൽ 10ാമത്തെ അധ്യായത്തിൽ 23ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ 11 രുദ്രന്മാരാണ് ഉള്ളത്. അതിൽ 11ാമത്തെ രുദ്രനെയാണ് ശങ്കര എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ശം കരോതി ഇതി എന്നാണ് അതിനർത്ഥം. അതായത് ഭഗവാൻ ഏതൊരു ഭക്തനും സമ്പൽ സമൃദ്ധിയായ ഒരു അനുഗ്രഹത്തെ കൊടുക്കുന്നതിനാലാണ് ഭഗവാന് രുദ്ര എന്ന നാമധേയം. അടുത്ത നാമധേയം ബഹുശിര. ശിര എന്ന് പറഞ്ഞാൽ ശിരസ്, അതായത് തല. ബഹു എന്ന് പറഞ്ഞാൽ ഒരുപാട്. അപ്പോൾ ബഹുശിര എന്ന് പറഞ്ഞാൽ ഭഗവാന് ഒരുപാട് തലകൾ ഉണ്ട് എന്നാണ് അർത്ഥമുണ്ടെങ്കിലും ഭഗവാൻ എല്ലായിടത്തും ഒരേ സമയത്ത് കാണുവാൻ സാധിക്കുന്നു. കാരണം ഭഗവാൻ അത്രയും മഹത്വമുള്ള ഒരാളാണ്. അതായത് പുരുഷ സൂക്തത്തിൽ, അതായത് ഋഗ്വേദത്തിൽ എന്തു പറയുന്നു എന്ന് വെച്ചാൽ ഭഗവാന് 1000 തലകൾ ഉള്ളതിന് സമമാണ്. ഭഗവാൻ 1000 കണ്ണുകൾ ഉള്ളതിന് സമമാണ്. അതുപോലെ തന്നെ ഭഗവാന് 1000 പാദങ്ങൾ ഉള്ളതിന് സമമാണ്. എന്ന് വെച്ചാൽ ഭഗവാൻ എവിടെയും എപ്പോഴും എത്തുവാനുള്ള ആ ഒരു സാധ്യത എപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ എവിടെയും കാലുകളും കൈകളും കണ്ണുകളും മുഖങ്ങളും ഉള്ള ആ ഒരു ശക്തിയെ നമുക്ക് ഭഗവാനെ ബഹുശിര എന്ന് പറയാം. അതുപോലെ ഏതൊരു ഭക്തനും എവിടെ ഇരുന്നാലും എന്തു പറഞ്ഞാലും അത് കേൾക്കുവാനും അതനുസരിച്ച് സഹായിക്കുവാനും ഭഗവാൻ എന്നും തന്നെ തയ്യാറാണ്, എപ്പോഴും തയ്യാറാണ്. അതിനാലാണ് ഭഗവാന് ബഹുശിര എന്ന നാമധേയം. അടുത്ത നാമധേയം ഭഭ്രു. ഭഭ്രു എന്നാൽ ഏതൊരു പ്രപഞ്ചത്തെയും ആരാണോ ഭരിക്കുന്നത് അവരെ ഭഭ്രു എന്ന് പറയുന്നു. അതായത് ഒരു രാജാവിന് തുല്യം. അതായത് ഭഗവാന് ആത്മബോധത്തെക്കാൾ പ്രപഞ്ചത്തിലെ സൃഷ്ടികളുടെ ബോധത്തിന് എപ്പോഴാണോ മഹത്വം കൽപ്പിക്കുന്നത് അവരെ ഭഭ്രു എന്ന് പറയുന്നു. അപ്പോൾ ഭഗവാൻ തന്നെയാണ് ആത്മാവായി ഓരോ സൃഷ്ടിയിലും വർദ്ധിക്കുന്നത്. അതിനാലാണ് ഭഗവാന് ഭഭ്രു എന്ന നാമധേയം. അടുത്ത നാമധേയം വിശ്വയോനി. വിശ്വം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചമാണ്. യോനി എന്ന് പറഞ്ഞാൽ ഒരു ഗർഭപാത്രത്തെ പോലെ അതിനെ ആ പ്രപഞ്ചത്തെ താങ്ങുവാൻ ആർക്കാണോ ശക്തി ഉള്ളത് അവരെ വിശ്വയോനി എന്ന് പറയുന്നു. അതായത് ഒരു സൃഷ്ടിയിലും അവരുടെ ആ ഒരു മനോചിന്തയിലും ഭഗവാൻ ഒരു പ്രവൃത്തിയെയും മാറ്റുവാൻ സാധിക്കുന്നു. അതിനാലാണ് വിശ്വയോനി പറയുന്നു. ഒരു മാറ്റത്തെ ഒരു സൃഷ്ടിയിലൂടെ എങ്ങനെയാണോ ധർമ്മത്തെ പരിപാലിക്കുവാൻ ഭഗവാൻ ഉപയോഗിക്കുന്നത് അതിനാലാണ് ഭഗവാന് വിശ്വയോനി എന്ന നാമധേയം. അടുത്ത നാമധേയം ശുചിശ്രവ. ശ്രവ എന്ന് പറഞ്ഞാൽ കാത് എന്നാണ് അർത്ഥം.
ശുചി എന്ന് പറഞ്ഞാൽ വളരെ മനോഹരവും അതുപോലെ തന്നെ ഏറ്റവും ഉപയോഗകരമായ ഒന്നിനെ നമ്മൾ ശുചി എന്ന് പറയുന്നു. അപ്പോൾ ഭഗവാന്റെ കാതുകൾ എങ്ങനെയാണോ ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടികൾ പറയുന്നത് കേൾക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും ഉപയോഗിക്കുന്നു. അതിനാലാണ് ഭഗവാന് ശുചിശ്രവ എന്ന നാമധേയം. ഭഗവത്ഗീതയിൽ തന്നെ 13-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, എവിടെയും എൻ്റെ കാതുകൾ ഉണ്ട് എന്ന്. അതായത് ഏതിനെയും ഞാൻ ശ്രവിക്കുന്നു. അപ്പോൾ ഭഗവാന്റെ ആ ഒരു പുണ്യനാമധേയങ്ങൾ ഏതൊരു ഭക്തനാണോ ഒരു വിശ്വാസത്തോടെ പറയുന്നത്, അത് എവിടെ നിന്നാലും ഭഗവാൻ അത് കേൾക്കും. അതിനാലാണ് ഭഗവാന് ശുചിശ്രവ എന്ന നാമധേയം. അടുത്ത നാമധേയം അമൃത. അമൃത എന്ന് പറഞ്ഞാൽ മരണമില്ലാത്ത ആരാണോ അവരെ അമൃത എന്ന് പറയുന്നു. അതായത് മൃതത്തെ അതിജീവിച്ചിരിക്കുന്ന ഒരു ശക്തി. അതായത് ഭഗവാന് മരണമോ ജനനമോ ഇല്ല. അത് മാത്രവുമല്ല, അമൃതത്തിന് വേറൊരു അർത്ഥം എന്ന് പറഞ്ഞാൽ ഏതൊരു അജ്ഞാനത്തിൽ നിന്ന് ഏതൊരു ഭക്തൻ, അതായത് സൃഷ്ടിയാണോ അവിടെ നിന്നും കഷ്ടപ്പെടുന്നത്, അവരെ ആ ഒരു അജ്ഞാനത്തിൽ നിന്നും കൊണ്ടുവന്ന് അവരെ പൂർണ്ണമായും ജ്ഞാനത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരുവാൻ ആർക്കാണോ സാധിക്കുന്നത് അവരെ അമൃത എന്ന് പറയുന്നു. അതുപോലെ തന്നെ അവർ ഒരു സൃഷ്ടിക്ക് മോക്ഷത്തെ കൊടുക്കുവാൻ ആർക്കാണോ സാധിക്കുന്നത് അവരെ അമൃത എന്ന് പറയുന്നു. അപ്പോൾ ഭഗവാൻ ഏതൊരു സൃഷ്ടിക്കും പൂർണ്ണമായും മോക്ഷത്തെ കൊടുക്കുവാനുള്ള ആ ഒരു ശക്തി ഉള്ളതിനാൽ ഭഗവാനെ അമൃത എന്ന് വിളിക്കുന്നു. അടുത്ത നാമധേയം ശാശ്വത സ്ഥാണു. ശാശ്വത എന്ന് പറഞ്ഞാൽ എപ്പോഴും നിലനിൽക്കുന്നതിനെ ശാശ്വത എന്ന് പറയുന്നു. അതുപോലെ സ്ഥാണു എന്ന് പറഞ്ഞാൽ ഒരു ചലനമില്ലാതെ ഒരേ ഇടത്ത് ആർക്കാണോ നിൽക്കുവാൻ സാധിക്കുന്നത് അവരെ ശാസ്ഥാണു എന്ന് പറയുന്നു. അപ്പോൾ ഭഗവാന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല, ഭഗവാന് ഒരു മരണവും സംഭവിക്കുന്നില്ല. ഭഗവാൻ എല്ലാ യുഗത്തിലും ഒരേപോലെയാണ് നിൽക്കുന്നത്. ഭഗവാൻ ഏതൊരു സ്ഥലത്തു നിന്നും മാറി വേറൊരു സ്ഥലത്തേക്ക് പോകുന്നതുമില്ല. അതുപോലെ ഭഗവാന്റെ ആ ഒരു മനസ്സിന്റെ ആത്മാവ് ഓരോ സൃഷ്ടിയിലും പോയി അത് മോക്ഷം ലഭിക്കുമ്പോൾ തിരിച്ചു ഭഗവാനിൽ തന്നെ അത് ലയിച്ചു പോകുന്നു. അപ്പോഴാണ് ഭഗവാന് ശാശ്വത സ്ഥാണു എന്ന നാമധേയം. അടുത്ത നാമധേയം വരാരോഹ. വര എന്ന് പറഞ്ഞാൽ ഭഗവാൻ അനുഗ്രഹിക്കുന്ന ഒരു ഏതൊരു കാര്യത്തെയും വര എന്ന് പറയുന്നു. അതുപോലെ ആരോഹ എന്ന് പറഞ്ഞാൽ എവിടെയാണോ ഒരു ഭക്തൻ എത്തണം എന്ന് മനസ്സിൽ കുറിച്ചു വെച്ചിരിക്കുന്നുവോ അവരെ ആ ഒരു സ്ഥലത്തെ അരോഹ എന്ന് പറയുന്നു. ഏതൊരു സൃഷ്ടിയും അവസാനിക്കേണ്ടത് ഭഗവാനിൽ തന്നെയാണ്. അതൊരു മോക്ഷം ലഭിച്ച് ഭഗവാനിൽ ലയിക്കുന്നു എന്നാണ് ഭഗവാന്റെ അവസാനത്തെ ആ ഒരു സൃഷ്ടിയുടെ അവസാനത്തെ ആ ഒരു ലക്ഷ്യം. ആ ഒരു ലക്ഷ്യത്തെ ആരോഹ എന്ന് പറയുന്നു. വരാരോഹ എന്ന് പറഞ്ഞാൽ ഏതൊരു ശക്തിക്കാണോ ആ ഒരു മോക്ഷത്തെ കൊടുക്കുവാൻ വരമായി കൊടുക്കുവാൻ സാധിക്കുന്നു അവരെ വരാരോഹ എന്ന് പറയുന്നു. അതായത് ഈ പ്രകൃതി പഞ്ചഭൂതങ്ങളിൽ നിന്നും ഉണ്ടാകുമ്പോൾ ആ ഒരു പുരുഷൻ മനസ്സിൽ ആത്മാവായി ലയിക്കുന്നു. എപ്പോഴാണോ ആ ആത്മാവ് ഈ പഞ്ചഭൂതമായ ഈ ജീവാത്മാവിൽ നിന്നും വിട്ടുമാറുന്നത് അപ്പോഴാണ് മരണം സംഭവിക്കുന്നത്. എന്നാൽ ആ ഒരു ആത്മാവിന് ഏതൊരു നാശവും സംഭവിക്കുന്നില്ല. അത് പൂർവജന്മത്തിലെ ജനന മരണത്തിൽ നിന്നും എന്തൊക്കെ പ്രവർത്തിച്ചുവോ അതനുസരിച്ച് അത് പുതിയ ഒരു പുനർജന്മം എടുക്കുകയോ അതല്ലെങ്കിൽ ഭഗവാനിൽ പോയി ലയിക്കുകയോ ചെയ്യും. അതിനാലാണ് ചന്ദോഗ്യ ഉപനിഷത്തിൽ ഭഗവാൻ തന്നെ പറയുന്നതിന് ഓരോ ശ്വാസത്തിലും ഭഗവാൻ നിലനിൽക്കുന്നു. അതുപോലെ തന്നെ ഓരോ സങ്കടവും ഒരിക്കലും അത് ഒരു പരിധിക്കപ്പുറം പോകുന്നില്ല. അതിനെ ഒരു ഭഗവാൻ അത് മാറ്റുവാനുള്ള ആ ഒരു പ്രവൃത്തി ചെയ്യുക തന്നെ ചെയ്യും. അതിനാലാണ് ഭഗവാന് വരാരോഹ എന്ന നാമധേയം. ഈ ഒരു ശ്ലോകത്തിലെ അവസാനത്തെ നാമധേയം മഹാതപ. തപ എന്ന് പറഞ്ഞാൽ തപസ്. തപസ് എന്നാൽ നമുക്ക് ജ്ഞാനത്തെയും ഐശ്വര്യത്തെയും പ്രതാപത്തെയും തരുന്നു. അപ്പോൾ ആ തപസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭഗവാനിൽ മാത്രം
ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആ ഒരു പ്രക്രിയയാണ് തപസ് എന്ന് പറയുന്നത്. മഹാ എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹത്തായത്. അപ്പോൾ മഹാതപ എന്ന് പറഞ്ഞാൽ മഹത്തായ ആ തപസ്സിനെ ആരാണോ പൂർണ്ണമായും ചെയ്യുന്നത് അവരെ മഹാതപ എന്ന് പറയുന്നു. അതായത് നമുക്ക് ഒരു ജ്ഞാനം ലഭിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ പൂർണ്ണമായും നമ്മൾ ധ്യാനത്തെ കേന്ദ്രീകരിച്ച് അതിൽ നിന്നും ഉറച്ചു നമ്മൾ അത് മനസ്സിലാക്കിയാൽ മാത്രമേ ആ ജ്ഞാനം നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ നിലയിലും നമുക്ക് സന്തോഷത്തെ തരുന്ന ഏതാണോ അതിനെ ഐശ്വര്യം എന്ന് പറയുന്നു. അതുപോലെ ഏതൊരു സമ്പൽ സമൃദ്ധിയെയും തരുവാൻ വേണ്ടി ഭഗവാൻ വിഷ്ണുവിനു മാത്രമേ സാധ്യമുള്ളൂ. അതിനാലാണ് ഭഗവാൻ മുണ്ടക ഉപനിഷത്തിൽ ഈ ജ്ഞാനത്തിന്റെ എല്ലാം ഉടമ ഞാൻ തന്നെയാണ്, ഏതൊരു തപസ്സിന്റെയും ഉടമ ഞാൻ തന്നെയാണെന്ന് മഹാവിഷ്ണു പറഞ്ഞിരിക്കുന്നത്. അതിനാലാണ് ഭഗവാന് മഹാതപ എന്ന നാമധേയം. അപ്പോൾ ഈ ശ്ലോകത്തിൽ നമ്മൾ ഭഗവാന്റെ നാമധേയങ്ങൾ കണ്ടത് രുദ്ര, ബഹുശിര, ബഭ്രു, വിശ്വയോനി, ശുചിശ്രവ, അമൃത, ശാശ്വതസ്ഥാണു, വരാരോഹോ, മഹാതപ. രുദ്രോ ബഹുശിര ഭഭ്രുർവിശ്വയോനി ശുചിശ്രവാഹ അമൃത ശാശ്വതസ്ഥാണുർവരാരോഹോ മഹാതപാഹ. താങ്ക് യു. ഓം നമോ ഭഗവതേ വാസുദേവായ.